ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ. ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയ മാതൃകയായ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. നമ്മുടെ യൂണിറ്റ് മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ലോകമെങ്ങും ആഘോഷിക്കുമ്പോൾ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നെറ്റി നോക്കാം. 1910 ഓഗസ്റ്റ് 19 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും മൂന്നാമത്തെ മകളായി അന്നക്കുട്ടി എന്ന അൽഫോൻസ ജനിച്ചു. മാസം തികയാതെ പ്രസവിച്ചതുകൊണ്ടും രോഗം ശരീരം മുഴുവൻ കീഴടക്കിയതുകൊണ്ടും അന്നക്കുട്ടിയുടെ ജനനശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മേരി മരണത്തിന് വിധേയയായി. മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ തൻ്റെ സഹോദരിയായ അന്നമ്മയെ ഏൽപ്പിച്ചു. മേരി കുഞ്ഞിനെ അന്നമ്മയെ ഏൽപ്പിച്ചതുകൊണ്ടും ജോസഫിൻ്റെയും പ്രായമായ വെല്ലുമിച്ചയുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടും അന്നക്കുട്ടിയെ സ്വന്തം മകളെപ്പോലെ വളർത്താൻ ഭർതൃഗൃഹമായ മുരിക്കൻ തറവാട്ടിലേക്ക് അന്നക്കുട്ടിയെ കൊണ്ടുപോയി. അവിടെ പേരമ്മയുടെ മകനായ ആപ്പച്ചനോടൊപ്പം കളിച്ച് അന്നക്കുട്ടി വളർന്നു. അന്നക്കുട്ടിയെ കാണുവാൻ അപ്പൻ കൂടെ കൂടെ വരികയും കുടമാളൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. മകളോടുള്ള സ്നേഹം കൊണ്ടും വല്യമ്മച്ചിക്കും മൂത്ത മക്കൾക്കും സന്തോഷമാകട്ടെ എന്ന് കരുതിയും കിലോമീറ്ററുകൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുവാൻ അന്നക്കുട്ടിയുടെ അപ്പന് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ കുടമാളൂരിലും മുട്ടുച്ചിറയിലുമായി അന്നക്കുട്ടി വളർന്നു. തുടർന്ന് ബാലികയായ അന്നക്കുട്ടിയെ പഠിപ്പിക്കാനായി പിതാവായ ജോസഫ് കോട്ടയം ആർപ്പൂക്കര തൊണ്ണംകുഴി ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. അൽഫോൻസയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് 1-ാം ക്ലാസ്സിൽ ചേർത്തത്. വിദ്യാലയത്തിൽ വെച്ചാണ് അന്നക്കുട്ടി ലക്ഷ്മിയുമായി കൂട്ടുകൂടുന്നത്. തുടർന്നുള്ള പഠനത്തിലും അന്നക്കുട്ടിയുടെ കൂട്ടായി ലക്ഷ്മിയും ഉണ്ടായിരുന്നു. പിന്നീട് അന്നയെ പഠിപ്പിക്കാനായി പേരമ്മ മുട്ടുച്ചിറയിലേക്ക് കൊണ്ടുപോയി. 12 വയസ്സാകുമ്പോൾ വിവാഹം കഴിപ്പിച്ചിരുന്ന ആ കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിപ്പിച്ചയക്കാൻ പേരമ്മ ആഗ്രഹിച്ചു. നിരന്തരമായി പേരമ്മ അന്നയെ വിവാഹത്തിനായി നിർബന്ധിക്കുന്നത് കണ്ട് അന്നയ്ക്കത് സഹിക്കാവുന്നതിലും വലിയതായിരുന്നു. കാരണം ഈശോയുടെ മണവാട്ടിയാകുവാൻ ചെറുപ്പം മുതലേ അവൾ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ പിതാവായ ജോസഫ് പലപ്പോഴും ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അന്നക്കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് അന്നയും സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം വേദനിപ്പിച്ച് ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ചെറുപ്പത്തിലെ തന്നെ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ കഥകൾ കേട്ടുവളർന്ന അന്നക്കുട്ടി കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ ഒരു വലിയ പുണ്യവതിയാകാൻ ആഗ്രഹിച്ചു. അന്നയെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള പേരമ്മയുടെ വാശിക്ക് മുന്നിൽ അന്നക്കുട്ടി നിസ്സഹായയായി തീർന്നു. അന്നയെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള പേരമ്മയുടെ വാശിക്ക് മുന്നിൽ അന്നക്കുട്ടി നിസ്സഹായയായി തീർന്നു. അന്നയുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണം നിറഞ്ഞ നിമിഷമായിരുന്നു അത്. അന്നയുടെ സൗന്ദര്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ അവൾ വിവാഹാലോചന മുടക്കുന്നതിനായി എരിയുന്ന തീച്ചുളയിൽ തൻ്റെ കാലുകൾ പൊള്ളിക്കാൻ തീരുമാനിച്ചു. കാലുകൾ പൊള്ളി കട്ടിലിൽ കിടക്കുന്ന അന്നയെ കാണാൻ വരുന്നവരെ എല്ലാം അവൾ ആശ്വസിപ്പിച്ചത് ഇപ്രകാരമാണ്: ഇതിനേക്കാൾ എത്രയോ വലിയ പീഡകളാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചത്. അതിനു മുന്നിൽ ഇത് എത്രയോ നിസ്സാരമാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും അന്നക്കുട്ടി പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയയായിട്ടുണ്ട്. എന്നാൽ ജ്വലിക്കുന്ന അഗ്നിയിൽ വെച്ച് ഈശോയിലൂടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത അന്നക്കുട്ടി കാണിച്ചു തന്നു. തീപ്പൊള്ളലിൽ നിന്ന് സുഖം പ്രാപിച്ച അന്നയെ അവളുടെ ഇഷ്ടം പോലെ മഠത്തിൽ ചേരുവാനുള്ള അനുവാദം പേരമ്മ നൽകി. തുടർന്ന് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ ഭരണങ്കാനം മഠത്തിലെ മദർ ഊർസലാമയുമായുള്ള കണ്ടുമുട്ടൽ അന്നക്കുട്ടിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. തുടർന്നുള്ള പഠനം ഭരണങ്കാനം ക്ലാരിസ്റ്റ് കോൺവെന്റ് വക ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുവാനും അതോടൊപ്പം സന്യാസ പരിശീലനവും നടത്താം എന്നുള്ള തീരുമാനം അന്നക്കുട്ടിയെ കൂടുതൽ സന്തോഷവതിയാക്കി. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും അന്നക്കുട്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അങ്ങനെ കാത്തുകാത്തിരുന്ന സുദിനം വന്നെത്തി. 1928 ഓഗസ്റ്റ് 2 ക്ലാരിസ്റ്റ് മഠത്തിലെ ചേപ്പലിൽ വെച്ച് കൊട്ടാരത്തുകുഴിയിൽ ബഹുമാനപ്പെട്ട കുരുവിള അച്ഛനിൽ നിന്നും അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിക്കുകയും അന്നത്തെ വിശുദ്ധനായ അൽഫോൺസ് ലിഗോരിയുടെ നാമത്തെ ആശ്രയിച്ച് അൽഫോൺസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പരീക്ഷണങ്ങളെയെല്ലാം അതിജീവിച്ച് 1930 മെയ് 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. ശേഷം വാകക്കാട് LP സ്കൂളിൽ കണക്കധ്യാപികയായി 1 വർഷത്തേക്ക് നിയമിക്കപ്പെട്ടു. കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്ന അൽഫോൻസ അവരെ വളരെ സ്നേഹത്തോടെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ രക്തസ്രാവം പിടിപെട്ട് കിടപ്പിലായി. രോഗാവസ്ഥയിൽ ആയിരുന്നിട്ടും തന്നെ കൊണ്ടാവുന്ന ജോലികൾ ചെയ്തും മറ്റുള്ളവരെ സഹായിച്ചും പ്രാർത്ഥനകൾ ചൊല്ലിയും അൽഫോൻസ സമയം ചിലവഴിച്ചു. വളരെ കുറച്ചുനാൾ മാത്രമേ അധ്യാപികയായി തുടരാൻ കഴിഞ്ഞുള്ളൂ. എന്നാലും
കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു അൽഫോൻസയെ. രോഗത്താൽ കിടപ്പിലായ അൽഫോൻസയെ കാണുവാനും സംസാരിക്കാനും അൽഫോൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുട്ടികൾ ഇടയ്ക്കിടെ മഠത്തിൽ വരുമായിരുന്നു. രോഗത്താൽ വലയുമ്പോഴും പീഡകളേറുമ്പോഴും ഈശോ ഈശോയെ എന്ന് ഉരുവിട്ടുകൊണ്ട് അതെല്ലാം തൻ്റെ സഹനങ്ങളോടെ ചേർത്ത് വയ്ക്കുമായിരുന്നു. നിത്യസന്യാസിനിയായിക്കൊണ്ടും തൻ്റെ സന്യാസ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കാതെയും ഈശോയുടെ മണവാട്ടിയായുള്ള ജീവിത ലക്ഷ്യത്തിന് 1946 ജൂലൈ 28 തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസേപ്പി എന്ന് ഉരുവിട്ടുകൊണ്ട് തൻ്റെ സഹനബലി പൂർത്തിയാക്കി. തുടർന്ന് 7 വർഷങ്ങൾക്ക് ശേഷം 1953 ഡിസംബർ 2 ദേവദാസിയായും 1984 നവംബർ 9 ധന്യർ എന്ന പദവിയിലേക്കും 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവൾ എന്ന നിലകളിലേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് 2008 ഒക്ടോബർ 12 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൻസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായി വിശുദ്ധ അൽഫോൻസ മാറി. സഹനത്തിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന ആർക്കും വിശുദ്ധ അൽഫോൻസ ഒരു വഴികാട്ടിയും കിളിവാതിലുമാണ്. വിശുദ്ധ അൽഫോൻസയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് യാചിക്കാം. ഏവർക്കും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.